ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോഴും ഷില്ലോങ്ങിൽ തന്നെയാണ്. ഇന്ന് ഷില്ലോങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷില്ലോങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. സോ എലിഫൻറ്റ് വാട്ടർഫോൾ, ഉമിയാം ലേക്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. സോ അവിടേക്ക് പോകാനായിട്ട് ഇവിടെ ഷെയർ ടാക്സി ചോദിച്ചപ്പോൾ ടാക്സിക്കാരൻ പറയുന്നത് 1000 രൂപയാണ്. ഒറ്റയ്ക്ക് ഭയങ്കര നഷ്ടമാണ് 1000 രൂപ. 4 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. 250 വെച്ച് ഷെയർ ചെയ്താൽ മതി. ഇവിടെ റിൽബോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ഷിലോങ് ടൗണിൽ നിന്ന് കുറച്ച് താഴോട്ട് പോയാൽ മതി. സോ ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. അവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടുമോ നോക്കാം ഗൈസ്, എന്നിട്ട് ബാക്കി. അപ്പോൾ ഇവിടെ നിന്ന് റിൽബോങ് പോകാനായിട്ട് ഒരു ബൈക്കുകാരനെ പുള്ളിക്കാരൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. 60 രൂപയാണ് ഗൈസ്. ഇവിടെ നിന്നൊരു 2.5 കിലോമീറ്ററേ ഉള്ളൂ. അതിന് പുള്ളിക്കാരൻ 60 രൂപ ചോദിച്ചു. കുഴപ്പമില്ല, ഇവിടെ നിന്ന് നടന്നെത്തുന്ന സമയം കൊണ്ടങ്ങ് നേരത്തെ അങ്ങ് എത്താലോ. അവിടെ നിന്ന് ഷെയർ ടാക്സി പിടിച്ച് നമുക്ക് എലിഫൻറ്റ് ഫോളിലേക്ക് പോകാം. പുള്ളിക്കാരനെ അതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വഴിയിലൂടെയൊക്കെ കൊണ്ടുപോകണം. അതൊരു ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ റാപ്പിഡൊക്കെ അവൈലബിൾ ആണ് ഗൈസ്. നല്ല തണുപ്പാണ്. പോകുന്നൊരു ടാക്സി കിട്ടി ഗൈസ്. ഇവിടെ എലിഫൻറ്റ് ഫോളിന് അടുത്തേക്കൊരു സ്ഥലം പോകുന്നുണ്ട്, അവിടേക്ക്. ഗൈസ് എന്നെ ഇറക്കി വിട്ടിട്ട് ഈ വഴിയാണ് എലിഫൻറ്റ് ഫോൾ പോകണ്ടെന്ന് പറയുന്നത്. സോ എന്തായാലും പോയി നോക്കാം. വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ, ജൽജീവൻ മിഷൻ മേഘാലയ എന്തോ ആണ്. യെസ്, ഇത് തന്നെയാണ് ഗൈസ്. വെൽക്കം ടു എലിഫൻറ്റ് ഫോൾ. ഇവിടെ നിന്നൊരു 400 മീറ്റർ കാണിക്കുന്നേ മാപ്പിൽ നോക്കിയപ്പോൾ. അപ്പോൾ നടന്ന് നോക്കാം, തിരക്കുണ്ടാവോ ഇല്ലെന്ന് അറിയത്തില്ല. സോ ഇവിടെ ടിക്കറ്റ് എടുക്കണം ഗൈസ് കയറുവാനായിട്ട്. ഒരാൾക്ക് 100 രൂപ. താങ്ക് യു. എൻട്രി ഫീസ്, പിക്നിക് ഫീസ് 200, ഷൂട്ടിംഗ് ഫിലിം 1000, വയലേഷൻ 100 രൂപയാണ് ഗൈസ്. ഇതാണ് എൻട്രി. സോ നല്ല മഴക്കോളുണ്ട് ഗൈസ്. മഴക്കോളല്ല, മഴ ചാറുന്നുണ്ട്. സോ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ കുറേ കടകളുണ്ട്. റെസ്റ്റോറൻറ്റ്, കട എല്ലാം ഉണ്ട് ഗൈസ്. വെൽക്കം ടു എലിഫൻറ്റ് ഫോൾ. ടിക്കറ്റ് കാണിക്കുന്നു ഗൈസ് ഇവിടെ. ഓക്കെ, ഈ ഒറ്റ മീനെ കണ്ട് അടിയിട്ടാവും. എവിടെടാ നിൻ്റെ ആണാ, കാണിച്ചിട്ട് പോടാ. ബ്ലഡി ഫുൾ. സോ ദിസ് ഈസ് ഇവിടെ തന്നെ ഉണ്ട് നല്ലൊരു അടിപൊളി വ്യൂ. സോ ഇവിടെ നിന്ന് ഫസ്റ്റുള്ള വ്യൂ ഇതാണ്. വാ, പൊള്ളി. വേറെയും താഴേക്ക് പോകാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, എലിഫൻറ്റ് ഫോൾ അവിടെ നിന്നാണ് വന്നത് നമ്മൾ. സോ ഇതിൻ്റെ വ്യൂ ഇങ്ങനെ വരും. താഴേക്ക് പോകാൻ തോന്നുന്നു. മഴയായതുകൊണ്ട് ഫുള്ളിങ്ങനെ ഇരുണ്ട് കിടക്കുകയാണ്. സോ അത് മാത്രമല്ല,
നമുക്ക് ഇവിടെ നിന്ന് വന്ന് കാണാനുള്ളതുണ്ട്. ഓക്കെ, താഴെ ഒരു ഫോട്ടോ സ്പേസ് ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. ഇതുവഴി ഇറങ്ങി പോകേണ്ടത്. ഓ, ഇവിടെ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. സോ അറ്റ് ദി എൻഡ് എത്തി. ഇവിടുത്തെ വ്യൂ കാണിക്കാൻ കഴിയും. ഇതാണ് ഗൈസ് വ്യൂ. വാ, സോ അപ്പോൾ ഇതാണ് ഗൈസ് എലിഫന്റ് വാട്ടർഫോൾ. സോ ഇതിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം ഈ പാറേനെ ആദ്യകാലത്ത് കാണാൻ ഒരു ആനയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ പേരിട്ടത് എലിഫന്റ് വാട്ടർഫോൾ എന്ന്. സോ അവരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വാട്ടർഫോളാണത്. സോ പിന്നെ ഒരു എർത്ത് വന്നതിന് ശേഷം അത് പൊട്ടിപ്പോയി, പിന്നെ ഈ ഒരു ഗതിയിലേക്ക് ആവുകയാണ് ചെയ്തത്. സോ ഇങ്ങനെ വെള്ളം കലങ്ങി കിടക്കുന്നതിന് കാരണം മഴയായതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണാൻ പറ്റും. സോ അടിപൊളി അന്തരീക്ഷമാണ്, കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അടിപൊളി തണുപ്പായിരുന്നു. നിങ്ങളൊരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വെള്ളം കാണാൻ പറ്റും. നല്ല രസമാണ് ഒഴുകി വരുന്നത് കാണാനായിട്ട്. അപ്പോൾ എലിഫന്റ് ഫോളിൽ നിന്ന് ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. കുറേ പേരെ ബുദ്ധിമുട്ടിച്ചു ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് തിരിച്ചു കയറാം. അവിടെ നിന്ന് കയറി വന്നു, തളർന്നു പോയി. ഇനി തിരിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. ഇവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഗൈസ് താഴെ എലിഫന്റ് ഫോളിലേക്ക് പോകുന്നത്. ഇതൊരു റോഡിൻ്റെ സൈഡിലാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴി തന്നെ ഈ വാട്ടർഫോൾ ഉള്ളത്. സോ അങ്ങോട്ടൊക്കെ വഴിയുണ്ടെന്ന് തോന്നുന്നു നടന്നു പോകാൻ. അല്ലേ, ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്, താഴേക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ എലിഫന്റ് ഫോൾസിൽ നിന്ന് ഇറങ്ങി ഒരു ഷെയർ ടാക്സി കിട്ടി. ഡ്രൈവർ ഞാൻ കേ അപ്പം ഞാൻ കേ ആ പുള്ളി പറയാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര നാളെക്കാരൻ. ഓക്കെ, അപ്പോൾ അവിടെ എലിഫന്റ് ഫോളിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ വന്നു. സോ എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല. ഉമിയാമിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഇച്ചിരി ദൂരമാണ്. സോ ഇന്ന് പോയാൽ നടക്കത്തില്ല എന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ നാളെ ചിറാപൂഞ്ചി സൈഡിലേക്കാണ് പോകുന്നത്. സോ അതിന് ഇവിടുത്തെ മേഘാലയൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സോ ഇനി അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, എങ്ങനെ അവിടെ എത്താം എന്നുള്ളതാണ് ഞാൻ മാക്സിമം അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് എന്തായാലും അടുത്ത വീഡിയോയിൽ ഉണ്ടായിരുന്നതായിരിക്കും. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയപ്പോൾ എന്നെപ്പോലെ അലഞ്ഞു തിരിച്ച് നടക്കുന്ന ഒരാളെ കിട്ടി. പുള്ളി ഇന്ത്യൻ റെയിൽവേയുടെ മീഡിയ വ്ളോഗറാണ്. ഹിമാൻഷു എന്നാണ് പേര്. സോ ഞങ്ങളങ്ങനെ നാളത്തെ കാര്യമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൽക്കാലം ഇന്നത്തേക്ക് പിരിഞ്ഞു. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പോരായ്മകളോ നല്ലതോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.